വിലക്കയറ്റത്തിൽ വലഞ്ഞ മലയാളികൾ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അരിയും പച്ചക്കറിയും ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചു. ബീഫ് വിലയിലും വലിയ വർധനയുണ്ടായിട്ടുണ്ട്. ഓണമെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സന്തോഷത്തോടെ ഓണമുണ്ണണമെങ്കിൽ ഇത്തവണ മുണ്ടുമുറുക്കി ഉടുക്കേണ്ട സ്ഥിതിയിലാണ് മലയാളികൾ. സംസ്ഥാനത്ത് അരിവില കുതിക്കുകയാണ്. ഇന്ധനവില കൂടിയതും കാലാവസ്ഥാ വ്യതിയാനവും തിരിച്ചടിയായപ്പോൾ ഒരു മാസത്തിനിടെ 5 മുതൽ 10 രൂപ വരെയാണ് അരിയുടെ വില വർദ്ധിച്ചത്. ഇപ്പോ ഈ സുലേഖ എന്നൊക്കെ പറയുന്ന അരി എല്ലാവരും പെട്ടെന്ന് വേകുന്ന അരി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും വില പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 5-6 രൂപ കിലോയ്ക്ക് കൂടുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. 20 ദിവസങ്ങൾക്ക് മുൻപ് 40 രൂപയായിരുന്നു 1 കിലോ പഞ്ചസാരയ്ക്ക്. വിപണിയിൽ ഇന്ന് 1 കിലോ പഞ്ചസാര ലഭിക്കാൻ 52 രൂപ നൽകണം. രണ്ടാഴ്ചക്കിടെ പച്ചക്കറിയുടെ വിലയും കുത്തനെ ഉയർന്നു. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വില നന്നായി കൂടി. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ബീൻസ്, പാവയ്ക്ക, മുരിങ്ങക്കായ എന്നിവയുടെ വിലയും ഉയർന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കച്ചവടം പോകേണ്ടത്. വില കുറഞ്ഞു കിട്ടിയാലും മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നത്. വില കൂടിയ ഇപ്പോഴത്തെ വിലക്കയറ്റും മറ്റുള്ള ജനങ്ങൾ എല്ലാം ബുദ്ധിമുട്ടിലാണല്ലോ. വില കുറഞ്ഞു വരണമെന്നാണ് ഞങ്ങൾ കച്ചവടക്കാരാകുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളുടെ വരവ് കുറഞ്ഞതോടെ ബീഫ് വില 500 രൂപയായി. വിലക്കയറ്റം കുടുംബ ബജറ്റിൽ ഇളക്കം തട്ടിച്ചുവെന്നാണ് മലയാളികൾ പറയുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.